ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസൂസ് വൈബ്സ്. ഞാനിന്ന് പോകുന്നത് അല്ലസയിലെ സ്ട്രോബെറി ഫാമിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് ഒരാൾക്ക് 15 റിയാലാണ്. പിന്നെ നമുക്ക് സ്ട്രോബെറി കളക്ട് ചെയ്യാൻ വേണ്ടി അവരൊരു കപ്പ് തരും. ആ കപ്പിന് നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കണം. സീസൺ അനുസരിച്ച് ഇവിടുത്തെ ഫീസ് മാറിക്കൊണ്ടിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഇതാണ് ഈ സ്ട്രോബെറി ഫാമിന്റെ എൻട്രൻസ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല ചുമന്ന് പഴുത്ത് കിടക്കുന്ന സ്ട്രോബെറികൾ കാണാം. ഈ ചെയിൻ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്കൊന്നും നമുക്ക് അലൗഡ് ഇല്ല. ഇതാണ് അവർ നമുക്ക് തരുന്ന കപ്പ്. ഈ കപ്പിൽ നമുക്ക് സ്ട്രോബെറി ഒക്കെ കട്ട് ചെയ്തിടാം. ഈ ചുമന്ന് തൊടുത്ത് നിൽക്കുന്ന സ്ട്രോബെറി ഒക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷേ ഇവിടുന്ന് വെച്ച് കഴിക്കരുത്. കാരണം ഇതിനകത്ത് എന്തായാലും മരുന്നൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന സ്ട്രോബെറിയാണ്. നന്നായിട്ട് വാഷ് ചെയ്യാതെ ഇത് കഴിക്കരുത്. ആ കത്രികയും കപ്പും അമീനും അബുവിൻ്റെയും കൈ കിട്ടിയപ്പം അവർ ഭയങ്കര ഹാപ്പിയായി. അവർ സ്ട്രോബെറി കട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇവിടെ നല്ല പഴുത്ത് തുടുത്തിരിക്കുന്ന പപ്പായ ഉണ്ട്. പക്ഷെ അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ കപ്പിനകത്ത് സ്ട്രോബെറി ഫുള്ളാക്കിയിട്ട് തിരിച്ച് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇനി അവർ ഈ കപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് അടച്ചു തരും. ഇത് ഫ്രോസൺ സ്ട്രോബെറിയാണ്. ഇതിൻ്റെ ഒരു പാക്കറ്റിന് 10 റിയാലാണ്. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇച്ചിരി സ്ട്രോബെറി വാഷ് ചെയ്തിട്ട് കഴിച്ചു. പിന്നെ തിരിച്ചു വന്ന വഴിയിൽ ഞങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കണ്ടു. അവർ വെള്ളം വറ്റിക്കിടക്കുന്ന തോട്ടിൽ വന്ന് പോച്ച കഴിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഇത് ഹോഴ്സ് റൈഡിൻ്റെ ഏരിയയാണ്. കുതിരകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊളിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.